12 ജ്യോതിർലിംഗങ്ങളിൽ സുപ്രസിദ്ധമായ ജ്യോതിർലിംഗമാണ് ത്രയംബകേശ്വര ജ്യോതിർലിംഗം. മഹാരാഷ്ട്രയിലാണ് ത്രയംബകേശ്വരം. മഹാരാഷ്ട്രയിൽ അവിടെ പഞ്ചവടിക്കടുത്താണ് ത്രയംബകേശ്വര ക്ഷേത്രം, സ്വയംഭൂ ജ്യോതിർലിംഗം. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭൂമിക്കടിയിൽ ഭഗവാന്റെ ശിവദേവന്മാരുടെ ഒരു സാന്നിധ്യമുള്ളതുകൊണ്ട് ത്രയംബകേശ്വരൻ എന്നറിയപ്പെടുന്നു. പരമശിവൻ പ്രത്യക്ഷമായി ഇവിടെ പ്രകടമായി ഭക്തന്മാർക്ക് അനുഗ്രഹം ചൊരിയുന്നു. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സഹ്യാദ്രി പർവ്വത നിരകളുടെ താഴെയാണ്. ഈ പർവ്വതത്തെ ബ്രഹ്മഗിരി എന്ന് പറയും. നമ്മുടെ രാമായണത്തില് നമ്മൾ ഗൗതമ മഹർഷിയെക്കുറിച്ച് കേട്ടുകയാണ്. അദ്ദേഹത്തിന്റെ തപോഭൂമിയായിരുന്നു ഇവിടെ എന്ന് പറയപ്പെടുന്നു. അദ്ദേഹത്തിന് ശിവൻ പ്രത്യക്ഷമായി എന്നൊരു കഥയും കൂടെയുണ്ട്. നിരവധി മഹാന്മാർക്കാണ് ഗോദാവരിയുടെ സാന്നിധ്യവുമുള്ളത്. ഗംഗയെപ്പോലെ പവിത്രമായ മറ്റൊരു നദിയാണ് ഗോദാവരി നദി. ശ്രീരാമസ്വാമിയുടെ ജീവിതത്തിൽ ഗോദാവരി നദീ തീരത്ത് ശ്രീരാമസ്വാമി പഞ്ചവടി എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ചു എന്ന കഥകളെല്ലാം നമുക്ക് രാമായണത്തിൽ കാണാൻ സാധിക്കും. അവതാര പുരുഷന്മാരുടെയും മഹർഷിവര്യന്മാരുടെയും അനേകായിരം തപസ്സുകൊണ്ടും ജപം കൊണ്ടും പരമപവിത്രമായ ഈശ്വര സാന്നിധ്യം നിറഞ്ഞ ചൈതന്യ ക്ഷേത്രമാണ് ത്രയംബകേശ്വരം. നമുക്കറിയാം ഭഗവാന് പ്രത്യേകിച്ച് രൂപമില്ല. എന്നാൽ ഭക്തന്മാർക്ക് വേണ്ടി ഭഗവാൻ ചില രൂപങ്ങളിലൂടെയൊക്കെ അനുഗ്രഹം ചൊരിയുന്നു. അതുകൊണ്ടാണ് ക്ഷേത്രസങ്കല്പം അത്ര പ്രാധാന്യം വരുന്നത്. ഭഗവാനെ നമുക്ക് ഒരു വിഗ്രഹത്തിലൂടെ നമ്മുടെ മനസ്സിലേക്ക് ഭക്തിയോടുകൂടി കണക്ട് ചെയ്യാൻ സാധിക്കുമ്പോൾ അത് ജീവിതത്തെ തന്നെ പാടെ മാറ്റിമറിക്കുന്നു. ഏത് നിരീശ്വരവാദിയും അല്പം മനസ്സിൽ ശ്രദ്ധയും വിശ്വാസവും വെച്ചുകൊണ്ട് നിങ്ങളൊന്ന് ആരാധിച്ചു നോക്കൂ, നിങ്ങൾക്ക് ഈശ്വര അനുഭവം വരും. ഈശ്വര അനുഭവം എന്നത് സയൻസാണ്. ഈശ്വര വിശ്വാസത്തെ അനുഭവമാക്കിയെടുക്കാനാണ് ക്ഷേത്രങ്ങൾ. അതിനേറ്റവും അനുയോജ്യമായ അനുഭൂതി തരുന്നൊരു ക്ഷേത്രമാണ് ത്രയംബകേശ്വര ക്ഷേത്രം. ആ പവിത്ര സന്നിധിയിലാണ് ഞാനിരിക്കുന്നത്. ത്രയംബകേശ്വരന്റെ അനുഗ്രഹം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ. നിങ്ങൾ കാണുന്നത് ആ ത്രയംബകേശ്വര ക്ഷേത്രമാണ്. ആ ഭഗവാന്റെ അനുഗ്രഹം എന്നും നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ.